നമ്മള് സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 6 ലക്ഷം രൂപയാണ്. 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ കാണിച്ച വണ്ടികളിലാണെങ്കിലും ഇവിടെ കിടക്കുന്ന ഏതെങ്കിലും വണ്ടിയിൽ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഞാൻ പറഞ്ഞു. നമ്മൾ 5.5 ലക്ഷം രൂപ ചോദിച്ചുകൊണ്ടിരുന്ന വണ്ടി 25,000 ഓഫർ 5.25 ലക്ഷം രൂപ എടുക്കാം. ഏറെക്കുറെ ഇതും ഫുൾ ഓൺ കിട്ടും. ഈ അവസരങ്ങളൊക്കെ പാഴാക്കാതെ പെട്ടെന്ന് ഒന്ന് വണ്ടി എടുത്തു. അതാണ് റയർ സാധനം. ഇത് നമ്മൾ 6 ലക്ഷം രൂപ കിട്ടുന്ന വണ്ടി അത് കൊടുക്കാനായിട്ട് 1 ലക്ഷം രൂപ ഓഫർ 5 ലക്ഷം രൂപ തന്നാൽ മതി. അതായത് നിങ്ങൾ ആലോചിക്കണം, 20 മോഡൽ 7 സീറ്റർ വണ്ടി വെറും 5 ലക്ഷം രൂപ. 29ാം മാസം നമ്മൾ 4,40,000 രൂപ സ്പെഷ്യൽ ഓഫർ പ്രൈസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 3,90,000 രൂപയ്ക്ക് 15 ഹൈലൈറ്റ്. 5,85,000 രൂപയ്ക്ക് ഞാൻ ഈ വണ്ടി കൊടുത്തേക്കാം. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്, അടി മേടിച്ചു തരരുത് കേട്ടോ. ഒരിക്കലും ഇല്ല. ഞാൻ ഈ പറഞ്ഞ പ്രൈസിൽ നിന്നും 1 രൂപ പോലും കുറയാതെ, അതായത് മീൻസ് 1 രൂപ കുറയത്തുമില്ല, ഈ പറഞ്ഞ പ്രൈസിൽ നിന്ന് 1 രൂപ കൂടത്തുമില്ല. അടിപൊളി. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക. ഈ പ്രൈസിനൊന്നും നിങ്ങൾക്ക് കേരളത്തിൽ ഒരിടത്തും വണ്ടി കിട്ടത്തില്ലെന്ന് ഞാൻ ചാലഞ്ച് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരുവിധം ആൾക്കാരെല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയ കാലം മുതൽ നമ്മൾ ഒരുപാടധികം വണ്ടികൾ ഇവരുടെ ഈ ഒരു ഷോറൂമിലത്തെ കാണിച്ചിട്ടുണ്ട്. പുറകെ കാണുമ്പോൾ മനസ്സിലാവും അല്ലേ, ട്രസ്റ്റ് വാല്യൂ ആണ്. കൊല്ലത്ത് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് രണ്ടാംകുറ്റി എന്ന് പറഞ്ഞ സ്ഥലമാണ്. രണ്ടാംകുറ്റി എന്ന് പറഞ്ഞാൽ ടൗണിൽ തന്നെയാണ് കേട്ടോ. അതായത് 2 കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത്, അതായത് നമ്മൾ ഈ ഒരു മാസം ഇവരുടെ ഫസ്റ്റിലേക്ക് ഇവരുടെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ പ്രമാണിച്ച്, അതായത് 2025 ആവാൻ പോകും, പുതുവർഷമൊക്കെ തുടങ്ങാൻ പോകും അല്ലേ. അപ്പോൾ അതൊക്കെ പ്രമാണിച്ച് ഒരു ഗംഭീര ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേ അറ്റം ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള കുറച്ച് വണ്ടികൾ ഞാൻ കാണിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും തന്നെ ഇതിൻ്റെ അകത്ത് വില കൂടുതലാണെന്ന് കമൻറ്റ് ഇടാൻ ഉണ്ടാവില്ല. പിന്നെ പർപ്പസ്ഫുള്ളി ഇടുന്നവർ ധൈര്യമായിട്ട് ഇട്ടുള്ളൂ, ഒരു കുഴപ്പമില്ല. ഓൾമോസ്റ്റ് ഒരു 50 വണ്ടി ഈ ഷോറൂമിൽ ഇപ്പോൾ ഇവിടെ കിടപ്പുണ്ട്. ഈ 50 വണ്ടീൻ്റെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഒറ്റ വീഡിയോ കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കുറേ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് ഇതിൽ. അതുകൊണ്ട് എല്ലാത്തിൻ്റെ ഇൻറ്റീരിയർ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, എല്ലാം നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഓഫർ നമുക്ക് തരുന്നത് മുതലാളി, സ്വാഗതം. ഞെട്ടിക്കണല്ലേ ഇന്ന് നമ്മളെ ഞെട്ടിച്ചിരിക്കും. ഉറപ്പാണ്. ഉറപ്പായിട്ടും. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ പറയില്ല കമന്റ് അല്ലേ. അങ്ങനെ കമന്റ് പറയുന്നല്ലേ. ഇപ്പൊ നമ്മള് വണ്ടി പലതരം വണ്ടികളുണ്ട്. ഇടിച്ച വണ്ടികളുണ്ട്, ഇടിക്കാത്ത വണ്ടികളുണ്ട്. അജു എപ്പോഴും പറയുന്നത് ക്വാളിറ്റി വണ്ടികളാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്വാളിറ്റി വണ്ടികൾ, ഇടിക്കാത്ത വണ്ടികളാകുമ്പോൾ സാമാന്യം നമുക്ക് തെറ്റില്ലാത്തൊരു വിലയ്ക്ക് വിറ്റേ പറ്റുള്ളൂ. കാര്യം കൊണ്ടുവരുന്ന ആൾക്കാർ, നമ്മൾ പോയി എടുക്കുന്ന ആൾക്കാർക്ക് മാക്സിമം നമ്മൾ വിലയും കൊടുക്കണമല്ലോ. ഈ കമന്റ് ബോക്സിൽ കിടന്ന് പറയുന്നവർക്ക് പറഞ്ഞോട്ടെ, അതൊന്നും ഒരു പ്രശ്നം. അത് പലരും ഒന്ന് കമ്പയർ പോലും ചെയ്യാണ്ട് വെറുതെ അങ്ങ് പറയും. നെഗറ്റീവ് നമുക്കൊരു ബിസിനസ് ആണ്. പിന്നെ പറയാനുണ്ടോ, പെട്ടെന്ന് റീച്ച് ആവുള്ളൂ. ഇന്നിപ്പോ ഈ പറയുന്ന വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിപ്പം വിചാരിക്കും നമ്മൾ ഒരുപാട് പ്രോഫിറ്റ് ഇട്ടാന്ന്. അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഈ വർഷം തീരാൻ പോകുന്നുണ്ട്. ഇന്നിപ്പോ ജനുവരി ശരിക്കും പറഞ്ഞാൽ 21 ഡേറ്റ്. ഈ വീഡിയോ എടുക്കുന്ന ഡേറ്റ് 21. ഇനി ഈ വർഷം തീരാൻ വെറും 10 ദിവസം കൂടെ ഉള്ളൂ അല്ലേ. ഈ 10 ദിവസം മാക്സിമം ഞാൻ ഒരു 15 ദിവസം അനുസരിച്ച് എനിക്ക് ഇവിടെയുള്ള വണ്ടികൾ മാക്സിമം വിറ്റഴിക്കാന്നുള്ള ഒറ്റ പർപ്പസേ ഉള്ളൂ. ഇപ്പൊ എന്റെ ലാഭം ഇല്ലാതെ ഞാൻ എടുത്ത വിലയ്ക്കും, ഞാൻ എടുത്തതിനെക്കാട്ടി കുറച്ച വിലയ്ക്കുമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മാക്സിമം വണ്ടി പറയുന്നതല്ല. ഇവരുടെ ഒരു പർച്ചേസിംഗ് ഒക്കെ സംഭവം ഒക്കെ കാണിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും കാണിച്ചു തരും, ധൈര്യമായിട്ട് പറയണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഒളിച്ചു വെക്കാണ്ട് വളരെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞുതരാം. പിന്നെ കഥ പറഞ്ഞ് നീണ്ടു പോകുന്നുണ്ട്. അതായത് ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് വണ്ടി കാണിച്ചത്. ഞാൻ ഓവർ ഇന്റീരിയർ ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒരിക്കലും നഷ്ടമാവില്ല കേട്ടോ. അത് നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ്. അപ്പോൾ എന്തായാലും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. വേറെ ഒന്നും ചെയ്യേണ്ടത്, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഒരുപാടധികം ആൾക്കാർ നോക്കി നിൽക്കുന്ന സംഭവമാണ്. കാരണം ഇത്രയും വിലക്കുറവിൽ ഈ വണ്ടികൾ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു സ്പെഷ്യൽ കാര്യം പറയാണ്ട്, ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു വണ്ടീൻ്റെ വില പോലും 1 രൂപ പോലും കുറയില്ല. ഫൈനൽ പ്രൈസ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെത് എപ്പോഴും ആൾക്കാർ പറഞ്ഞിരിക്കും, ഗൾഫിലൊക്കെ ഉള്ളവര്, അതായത് ഈ നെഗോഷ്യബിൾ എന്നുള്ള സംഭവം ഒഴിവാക്കുക. ഈ വണ്ടിക്ക് ഇത്ര വില കിട്ടണം, അത് ഫൈനലാ. അപ്പൊ കേൾക്കുന്നവർക്ക് എന്താ, ഈ കാശ് എന്തെങ്കിലും ഉണ്ടോ കൊടുക്കാം. നെഗോഷ്യബിൾ എന്ന് പറയുമ്പോൾ ഒരു വിളിക്കണം, സംസാരിക്കണം ഒക്കെ പ്രശ്നമല്ലേ. അപ്പൊ അതുകൊണ്ടാണ് 1 രൂപ കുറയാത്ത, സിംഗിൾ രൂപ പോലും കുറയാത്ത വിലയായിരിക്കും, ഫൈനൽ പ്രൈസ് ആയിരിക്കും. കൂടുതലൊന്നും പറഞ്ഞ ഭയം പോലെ സുഹേൽ ബ്രോ, ഞാൻ ഇവരോട് പറഞ്ഞേ, അതായത് 10-50 വണ്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആർക്കും ഇവിടെ ചിരിക്കുന്നുണ്ട്. അപ്പൊ ചുമ്മാ പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് നോക്കിയേ, ആ കിടക്കുന്നത് മുഴുവൻ, അതായത് ഓൾമോസ്റ്റ് ഒരു 50 വണ്ടിയോളം നിങ്ങൾക്ക് ഇന്ന് ഓഫറിൽ കാണിക്കാൻ പോവാ അല്ലേ. ഓഫർ എന്ന് വെച്ചാൽ കിടുകാച്ച ഓഫർ. ശരിക്കും ഇതുപോലൊരു ഓഫർ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും? എനിക്കറിയില്ല. നിങ്ങൾ എന്തായാലും ഇത് കമ്പയർ ചെയ്ത് നോക്കൂ. ഞാൻ പറയുന്ന വില കമ്പയർ ചെയ്യുക, വണ്ടിയും കമ്പയർ ചെയ്യുക. അതെ, എന്നിട്ട് കമന്റ് ഇടുക. ഓക്കെ, അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു ഇന്റീരിയർ ഒന്നും കാണിക്കില്ല. ചറ പറതാ. ഇന്നോവ ഏതാ മോഡല്? ഇന്നോവ 2017 മോഡൽ. 17 മോഡൽ. കേരള വണ്ടി അല്ലേ? ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓണർ വണ്ടി, പക്ക വണ്ടി. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 75,000 രൂപയാണ് ഈ വണ്ടിയുടെ ഓഫർ പറയുന്നത്. 75,000 രൂപ. വില എന്ത് വരുന്നുണ്ട്? 16 ലക്ഷം രൂപ. നമ്മൾ 15,75,000 രൂപ കൊടുത്തേക്കാം. 15,75,000 രൂപയ്ക്ക് 17 ഒറിജിനൽ കേരള വണ്ടി. ഒരു അപാകതയില്ല. ഒരു റീപ്ലേസും ഇല്ല. ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി ക്ലീൻ വണ്ടി, ഹിസ്റ്ററി എടുത്തിട്ട് വന്നാൽ മതി.
അത് G4 മാനുവൽ. ഒരു രക്ഷയില്ല കേട്ടോ. അത് ഗ്യാരണ്ടിക്ക് നമുക്ക് കൊടുക്കാമല്ലോ അല്ലേ? അതെ, ഫുൾ ഓണും കൊടുത്തേക്കാം. അടിപൊളി. അതുപോലെ തന്നെ 2017 G4 85,000 കിലോമീറ്ററുടെ നല്ല ഫിറ്റിംഗ്സ് ഉള്ള അലോയ്സിലൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉള്ള നല്ല വണ്ടി. 1 ലക്ഷം രൂപ ഓഫറാണ് ഈ വണ്ടി. 85,000 ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ താണ്ടെ വണ്ടിയുടെ നമ്പർ വേണമെങ്കിൽ നിങ്ങൾ ഹിസ്റ്ററി അല്ലെങ്കിൽ 10 ലക്ഷം രൂപ കൊടുക്കും. തീർച്ചയായിട്ടും കൊടുത്തിരിക്കും. വണ്ടിയും കൊടുത്തേക്കാം അല്ലേ? വണ്ടി വെറുതെ കൊടുത്തേക്കാം. അടിപൊളി. ഇതിലും ധൈര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറയൂ അല്ലേ? അപ്പൊ 85,000 കിലോമീറ്റർ ഓടിയ ഒറിജിനൽ കേരള 17 തന്നെ അല്ലേ? 17 വണ്ടി 17,90 വിലയായിരുന്നു. 1 ലക്ഷം രൂപ ഡിസ്കൗണ്ട് ചെയ്ത് 16,90,000 രൂപ. ശരിക്കും പറഞ്ഞാൽ കാര്യം കിട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് ലാഭത്തിലാണോ? ലാഭമല്ല, ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് വരെ കടിക്കുന്നുണ്ട്. നമ്മളെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വിറ്റഴിക്കാൻ പുതിയ സ്റ്റോക്ക് കയറ്റുക, അത്രേ ഉള്ളൂ അല്ലേ? പറഞ്ഞു മനസ്സിലായി. ഇതിൽ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ഫിറ്റിംഗ്സ് ഉണ്ട് അല്ലേ? ഏറ്റവും മിനിമം 1.5 ലക്ഷം രൂപ ഫിറ്റിംഗ്സ് ഉണ്ട്. ഈ അലോയ്സും ഈ ഫ്രണ്ട് ബമ്പർ, ബാക്ക് ബമ്പർ, ഈ സൈഡ് ഇന്റീരിയർ എല്ലാം കൂടെ ചേർത്തിട്ട്. അടിപൊളി. XUV ആണെങ്കിലോ? XUV ആണെങ്കിൽ നമുക്ക് 70,000 രൂപ ഓഫറാണ് ഈ മാസം ഇട്ടേക്കുന്നത്. നമ്മൾ 2012 മോഡൽ XUV 5,45,000 നമ്മൾ വിട്ടേക്കുന്ന വില 4,75,000 രൂപ കൊടുത്തേക്കാം. 4,75. ഈ പറഞ്ഞ വണ്ടികളുടെ മിക്കതും ഫുൾ ഓണുള്ള. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നതും ഏറെക്കുറെ നമുക്ക് ഫുൾ ഓൺ. ഇത് ഫുൾ ഓൺ അല്ലേ പറഞ്ഞേ? ഇത് ഫുൾ ഓൺ. W8 ആണല്ലേ? W8 2012 സിംഗിൾ ഓണർ ടോപ്പ് എൻഡ് മോഡൽ. അതുപോലെ തന്നെ ഇതാണെങ്കിൽ 2023 മോഡൽ. ഇത് 40,000 രൂപ ഇതിന് ഓഫർ ഉള്ളൂ. 8,35,000 ഇവിടെ വിൽക്കായിട്ടേക്കുന്ന വില. ഓഫർ കഴിച്ചിട്ട് ബാക്കി 7,95,000 രൂപ നിങ്ങൾ 1 രൂപ തരേണ്ട ഫുൾ ലോണും തന്നേക്കാം. അതായത് 6,000 കിലോമീറ്റർ. 2ാം മാസം 23-ാം വർഷം ഇറങ്ങിയ വണ്ടി. 6,000 ഓടിയിട്ടുള്ളൂ. ചുമ്മാ രസത്തിനെടുത്തായിരിക്കും എല്ലാവരും. അതുപോലെ തന്നെ അടിപൊളി പോളോ. ഇത് പോളോ 80,000 മുടക്കി ഷോറൂമിൽ പെയിന്റ് ചെയ്ത വണ്ടിയാണ്. വേറെ സാധനമാണല്ലോ. അതെ. ഇതിന്റെ അലോയ്സ്, അതുപോലെ തന്നെ ഇത് റീമാപ്പ് ചെയ്തിട്ടുണ്ട് വണ്ടി. പിന്നെ നമ്മൾ ഇതിന്റെ ബാക്കിൽ ഒരുപാട് സാധനങ്ങൾ 2 ലക്ഷം രൂപ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. 75,000 ഓഫറാണ്. 6.25 ലക്ഷം ഉണ്ട്. ഇപ്പൊ നമ്മൾ 2018 എല്ലാം ചെയ്ത വണ്ടി. അലോയ്സ് ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത്. ഹൈലൈൻ ആണ് വണ്ടി. ഈ വണ്ടി നമ്മൾ 6.25 ലക്ഷം രൂപയ്ക്കാണ്. നമ്മള് സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 6 ലക്ഷം രൂപയാണ്. 6 ലക്ഷം രൂപ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ കാണിച്ച വണ്ടികളിലാണെങ്കിലും ഇവിടെ കിടക്കുന്ന ഏതെങ്കിലും വണ്ടിയിൽ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഞാൻ പറയും. കഴിഞ്ഞ വട്ടം ഒരു ബലേനൊക്കെ ഞാൻ ഒരു ആക്സിഡന്റ് പറഞ്ഞിരുന്നു. ഒരു ബോണറ്റ് മാറിയിരുന്ന വണ്ടി പറഞ്ഞിരുന്നു. ആ വണ്ടി ഒരു കസ്റ്റമർ നോക്കി എടുത്തോണ്ട് പോയി. ഈ ബമ്പർ മാറി കേസ് വിട്ടേക്ക്, ബോണറ്റ്, മെയിൻ ഗ്ലാസ്, അങ്ങനത്തെ സംഭവങ്ങൾ മാറിയിട്ടുണ്ടോ പറയട്ടോ. എല്ലാത്തിനും ഞാൻ ചോദിക്കുന്നില്ല, സമയം കളണ്ടല്ലോ. ഉണ്ടെങ്കിൽ പറഞ്ഞായി. അതുപോലെ തന്നെ ഈ റെഡ് ബോൾ ആണെങ്കിലോ? 2018 വണ്ടിയാണ് ഇത്. കംഫർട്ട് ലൈൻ വണ്ടിയാണ്. ഇത് മലവിലൊക്കെ ചെയ്താൽ എല്ലാം ഒരുപാട് 2 ലക്ഷം രൂപ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്ത 30,000 ഓഫറുള്ള വണ്ടി. 6 ലക്ഷം രൂപയാണ് നമ്മൾ ഈ വണ്ടി വിൽക്കേട്ടുന്ന പ്രൈസ്. 6,20,000 രൂപ കൊടുത്തേക്കാം. 6,20,000. അടിപൊളി കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് മാക്സിമം ലോൺ തരുന്ന വണ്ടി കേട്ടോ. ഈ വണ്ടി നമുക്ക് വേണമെങ്കിൽ ലോൺ ചെയ്ത് ബാലൻസ് പൈസ അങ്ങോട്ടും കൊടുക്കാം. 2015 ഹൈലൈൻ ആണ് പോളോ. ഡീസൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. നമ്മൾ 4,40,000 രൂപ സ്പെഷ്യൽ ഓഫർ പ്രൈസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 3,90,000 രൂപയ്ക്ക് 15 ഹൈലൈൻ. 15 ഹൈലൈൻ 3,90. ഓടിയത് 1 ലക്ഷം കിലോമീറ്റർ. ജെനുവിൻ, പക്ക ജെനുവിൻ, കറക്റ്റ് കമ്പനി സർവീസ്. അടിപൊളി. ഇതൊക്കെ നോക്കിക്കോട്ടെ, വേണമെങ്കിൽ നോക്കിക്കോ. ഇനി പിന്നെ ഇതൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ പണ്ട് കാര്യം ഉണ്ടാവില്ല. ഈ കുറച്ച് കഴിഞ്ഞിട്ട് എന്നോട് അതേ ഓഫറിൽ വേണമെന്ന് പറഞ്ഞാൽ കിട്ടുമില്ല. ഇത് 2021 സ്വിഫ്റ്റ് ആണ് വണ്ടി. 21 സ്വിഫ്റ്റ്. ഒരുപാട് ഫിറ്റിംഗ്സ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നല്ല അലോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി. 6 ലക്ഷം രൂപയാണ് ഇതിന്റെ സെല്ലിംഗ് പ്രൈസ്. നമുക്ക് 5,75,000 രൂപ കൊടുത്തേക്കാം. 25,000 രൂപ ഓഫർ. 21 മോഡൽ. ഓടിയത് എത്രയായിരുന്നു? ഓടിയത് 30,000 കിലോമീറ്റർ. ഓ മാൻ, ഇതിൽ വേറൊരു കാര്യം പറഞ്ഞിട്ട്, അതായത് ഇത് 2,21 അല്ലേ? 4,2,21. അതെ. അപ്പൊ 21 2-ാം മാസം ഇറങ്ങിയ വണ്ടിയാണ്. വെറും 4,90,000 രൂപ. അതെ, സോറി അല്ലല്ല, 5,75,000. 5,75,000. 21 വണ്ടി കേട്ടോ. അത് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടില്ല, ഞാൻ ഗ്യാരണ്ടി പറയാം. ഇതാണെങ്കിലോ? സ്വിഫ്റ്റ് ഡീസൽ, ന്യൂ ഷേപ്പിൽ ഡീസൽ വണ്ടിയാണ്. ഈ വണ്ടി 2018 ആണ് വണ്ടി ഇത് വരുന്നത്. 80,000 കിലോമീറ്റർ ഓട്ടിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മൾ നേരത്തെ 5,75,000 ഇട്ടുന്നത് 50,000 ഓഫർ 5,15 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുത്തേക്കാം. ഇതിൽ വേറെ കേസ് പറഞ്ഞുതരാം. അതായത് 5,15 ലക്ഷം എന്ന് പറയുമ്പോൾ 18 വണ്ടിക്കല്ലേ ചോദിക്കുന്നത്? 18 ഡീസൽ വണ്ടിക്ക്. 17 പഴയ ഷേപ്പിന് കൊടുക്കേണ്ട പൈസ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ വർഷം വിറ്റഴിക്കുക, മാക്സിമം കസ്റ്റമർ മുതലാക്കി എടുക്കുക. പിന്നെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, 1 രൂപ ഇതിനകത്ത് കുറയൂല. ഇതിലും കുറഞ്ഞാൽ നിങ്ങൾ പൂട്ടേണ്ടി വരും. അതെ, ഇതിലും കുറഞ്ഞാൽ ഞാൻ പൂട്ടി കെട്ടേണ്ടി വരും. വീഡിയോ കാണൂല നിങ്ങള്. അതുകൊണ്ടാണ് കേട്ടോ. അത് ഇതിനകത്ത് ഫൈനൽ പ്രൈസ് ഞാൻ ആദ്യമേ പറഞ്ഞു. അതുപോലെ തന്നെ 2020 മോഡൽ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടി. 20 ഓട്ടോമാറ്റിക് ആണ്. നമ്മള് ഈ വണ്ടി കിലോമീറ്റർ ഒക്കെ വളരെ ലോ കിലോമീറ്റർ ആണ്. 7,25,000 ആണ് വിട്ടേക്കുന്ന പ്രൈസ്. 60,000 ഓഫർ. 6,65,000 രൂപയ്ക്ക് ഫുൾ ഓൺലൈൻ വണ്ടി എടുത്തോണ്ട്. 6,65 അതിന് മേലെ കയറും.
അല്ല ഞാൻ പറഞ്ഞ ഓട്ടോമാറ്റിക് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക. ഈ പ്രൈസിനൊന്നും നിങ്ങൾക്ക് കേരളത്തിൽ ഒരിടത്തും വണ്ടി കിട്ടത്തില്ലെന്ന് ഞാൻ ചലഞ്ച് ചെയ്യാം. അതെ അതെ, ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഇവരെടുത്തോളൂ കേട്ടോ. പിന്നെ അടുത്ത് വരുവാണെങ്കിൽ 2022 സ്വിഫ്റ്റ് VXi സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ വണ്ടി 6,75,000 രൂപയ്ക്ക് നമ്മൾ വിൽക്കായിട്ടിരുന്ന വണ്ടി 50,000 ഓഫറോടെ 6,15 ലക്ഷം രൂപയ്ക്ക് 2022 VXi വണ്ടി. 22 VXi വണ്ടി 6,25,000 രൂപയ്ക്ക്. ഓ, നല്ല ക്ലീൻ പീസ്, ലോ കിലോമീറ്റർ ഉണ്ട്. ഈ വണ്ടിക്ക് നിങ്ങൾ 1 രൂപ തരണ്ട. ഈ വണ്ടി ഫുൾ ഓൺ. നിങ്ങൾ ആരുടെങ്കിലും ആൾക്കാർ വണ്ടി എടുക്കണ്ടെങ്കിൽ അവർക്കെല്ലാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടിക്ക് ഇവിടുന്നല്ല വേറെ എവിടുന്നെങ്കിലും കിട്ടും നോക്കി 22 VXi കറക്റ്റ് സിംഗിൾ. വേറൊരു കേസ് കൂടി പറഞ്ഞുതരാം. ഇപ്പൊ ഇവർ ഡിസ്കൗണ്ട് ആക്കിയ പൈസ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോൺ കിട്ടിയിട്ട് കയ്യിലോട്ട് കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയും ചെയ്യാം. തീർച്ചയായിട്ടും ഒരുവിധം വണ്ടികളെല്ലാം അങ്ങനെ ചെയ്യാം. 2021 വണ്ടിയാണ് ഇത്. ZXi വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് 7,25,000 വിറ്റേക്കാണ്. 25,000 ഓഫർ വെച്ച് 7 ലക്ഷം രൂപ കൊടുത്തേക്കാം. ഇത് കൊടുക്കാം അല്ലേ? ഇത് കൊടുത്തേക്കാം. അത് റെഡ് കളർ നല്ല കിടിലം സാധനം അല്ലേ? ഇത് ഡുവൽ ടോൺ കമ്പനി വരുന്ന? ഇത് ഡുവൽ ടോൺ കമ്പനി, ZXi ഡുവൽ ടോൺ കമ്പനി വരുന്നത്. ഓക്കെ, അത് മാനുവൽ അല്ലേ? മാനുവൽ. 25 രൂപന്റെ ഓഫർ 7 ലക്ഷം രൂപയ്ക്ക് 7 ലക്ഷം രൂപ കൊടുത്തേക്കാം. ഫുൾ ലോണും തന്നേക്കാം. അടിപൊളി. അതുപോലെ തന്നെ നല്ല കിഡിക്കാച്ചൊരു ബലേന കുഴപ്പമുണ്ട്. ഇതാണെങ്കിലോ? ഈ വണ്ടി 2020 വണ്ടിയാണ്. 20 ന്യൂ ഷേപ്പ് വണ്ടിയാട്ടോ. 20 ന്യൂ ഷേപ്പ് വണ്ടിയാണ്. വണ്ടി സീറ്റ് ഡെൽറ്റ ആണ് വണ്ടി. കിലോമീറ്റർ വളരെ കുറവാണ്. ഈ വണ്ടിയുടെ ഓഫർ പ്രൈസ് നമ്മൾ 6,45 ലക്ഷം രൂപയ്ക്കാണ് ഈ വണ്ടി വിൽക്കാൻ വേണ്ടി ഇട്ടിരുന്നത്. 20 മോഡൽ 50,000 രൂപ ഡിസ്കൗണ്ട് വെച്ച് 6,15 ലക്ഷം രൂപ ഫുൾ ലോൺ തന്നെ. വേറെ കാര്യം ചോട്ടെ, ലോ കിലോമീറ്റർ അല്ലേ? ലോ കിലോമീറ്റർ വണ്ടി. ഓക്കെ, അതായത് ഏത് വണ്ടിയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു. അല്ലെങ്കിൽ കുറെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഉണ്ടല്ലേ? അതെ അതെ, എനിക്കൊന്ന് 10 ദിവസമല്ലേ ആയുള്ളൂ. അതെ അതെ അതെ, അതിനുശേഷമാണ് ഇപ്പൊ ഈ മാരക ഓഫർ വന്നത്. അതെ 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 അതെ. ഇനി ഇതാണെങ്കിലോ സെലറിയോ? അടുത്ത സെലറിയോ 2022 ZXi ആണ് വണ്ടി. ഈ വണ്ടി വളരെ ലോ കിലോമീറ്റർ ആണ്. 5,15 ലക്ഷം രൂപ നമ്മൾ നേരത്തെ ഇവിടെ വിൽക്കായിട്ടുന്നത്. ഈ വണ്ടിക്ക് 45,000 രൂപ ഓഫർ വെച്ച് 4,80,000 രൂപ കൊടുത്തേക്കാം. അത് പിന്നെ മാനുവൽ അല്ലേ? മാനുവൽ ZXi മോഡൽ 2022. 22 വണ്ടിക്ക് 4,80,000. അതും ZXi. ബട്ടൺ സ്റ്റാർട്ട് അല്ല, ഇതിനകത്ത് മറ്റേ സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരും. കമ്പനി വരുന്ന സാധനങ്ങൾ എന്തൊക്കെയുണ്ട് അതെല്ലാം ഉണ്ട്. ഏറ്റവും ലോ കിലോമീറ്റർ 20-നകത്തേ ഓടിയിട്ടുള്ളൂ. 20-നകത്തേ ഓടിയിട്ടുള്ളൂ. 4,80 അന്യായമല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഈ വീഡിയോ ഞാൻ ഇപ്പോഴും പറയാണ്, ഈ വീഡിയോ എന്റെ സ്റ്റോക്ക് വിറ്റയിലേക്ക് എന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ലാഭം വേണ്ട ഈ കച്ചവടത്തിന്. അതെ, ഇതാണെങ്കിൽ 2019 മോഡൽ അമേസ് ആണ്. നിങ്ങൾ നോക്കിയാൽ ഞാൻ കഴിഞ്ഞ വീഡിയോക്ക് അതൊക്കെ 5,95 പറഞ്ഞ വണ്ടിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചാണ്. ഈ വണ്ടിക്ക് 45,000 ഓഫർ ഞാൻ എടുത്തേലും താത്തു കൊടുക്കാണ്. വണ്ടി 5,50 ലക്ഷം രൂപ കൊടുത്തേക്കാം. 5,50 ലക്ഷം രൂപ 19 വണ്ടി. ലോൺ നിങ്ങൾക്ക് ഫുള്ള് കിട്ടും. ഒറ്റ രൂപ നിങ്ങൾ കൈ നിട്ടണ്ട. 6 ലക്ഷം രൂപ ലോൺ കിട്ടും. 6 ലക്ഷം രൂപ ലോൺ കിട്ടും. 19 വണ്ടിയാണ്. S ആണ് വണ്ടി. 5,5 ലക്ഷം രൂപയ്ക്ക്. 5,5 ലക്ഷം രൂപ ഈ സാധനമാണ് കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, 19 മോഡൽ. അത് എത്ര ഓടിയിട്ടുള്ള ലോ കിലോമീറ്റർ? 40,000 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ള ആ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. 5,50 ലക്ഷം രൂപയ്ക്ക് 19 അമേസ് കേട്ടോ. ഇവിടെ കിടക്കുന്ന ഒരുമാതിരിപ്പെട്ട മിക്ക വണ്ടികളും സിംഗിൾ അല്ലെങ്കിൽ മാക്സിമം സെക്കൻഡ് ഓണർ ആയിരിക്കും. കിലോമീറ്റർ വളരെ കുറവ് തന്നെയായിരിക്കും. ക്വാളിറ്റി വൈസ് നിങ്ങൾക്ക് ചിന്തിക്കാനില്ല. ഇത് 45,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഞാൻ 7 ലക്ഷം രൂപ ചോദിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. 75,000 ഓഫർ 6,45 ലക്ഷം രൂപ 7 ലക്ഷത്തിന് മേളിൽ ഞാൻ ലോണും ചെയ്തുതരാം. സിംഗിൾ ഓണർ വി വണ്ടി. മോഡൽ ഏതാ പറഞ്ഞത്? 2017 വി ഹോണ്ട സിറ്റി. 17 വിക്കൊക്കെ 6,75,000. 6,75,000 രൂപയ്ക്ക് എടുത്തോണ്ട് വെക്കും. എന്റെ പൊന്നു, അതെന്തായാലും കൊള്ളാം. അത് ലോ കിലോമീറ്റർ ആണ്, പെട്രോൾ ആണല്ലേ? അത് ന്യൂ ഷേപ്പ് വണ്ടി. ഏറ്റവും പുതിയ വണ്ടിയുണ്ട്. 2022 വി ആണ് വണ്ടി ഈ വരുന്നത്. നമ്മൾ 11 ലക്ഷം രൂപയ്ക്ക് വിൽക്കായിട്ടിരുന്ന വണ്ടിയാണ്. 90,000 ഓഫർ 10,10,000 രൂപയ്ക്ക് വന്നേക്കാം. മാനുവൽ അല്ലേ ഇത്? മാനുവൽ വണ്ടി. അടിപൊളി. 10,10,000 രൂപ. ഏറ്റവും ലോ കിലോമീറ്റർ വണ്ടി. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. അതെ, അതും ലോ കിലോമീറ്റർ അല്ലേ? ലോ കിലോമീറ്റർ ന്യൂ ഷേപ്പ് വണ്ടി. 10,90,000 രൂപ. 10,10,000. സോറി, 10,10. അതായത് 90 ഓഫർ. 90,000 ഓഫർ. അടിപൊളി ഒരു വെന്റോ ഉണ്ടല്ലോ. ഇതാണെങ്കിലോ 2014 ഹൈലൈൻ വെന്റോ ഡീസൽ വണ്ടിയാണ്. 14 ഹൈലൈൻ ഡീസൽ. നമ്മൾ 3,65 ചോദിച്ചോണ്ടിരുന്നതാണ്. നമുക്ക് ഇത് 65,000 ഓഫർ 3 ലക്ഷം രൂപ കൊടുത്തേക്കാം. 3 ലക്ഷം രൂപ വേണ്ട, ഞാൻ അതിൽ നിന്ന് വീണ്ടും ഒരു 10 രൂപ എടുത്തേക്കാം. 2,90 എടുത്തേക്കാം. 2,90 കൊടുക്കാം. അത് 2014 ഹൈലൈൻ. മാന്യമായ വില. എനിക്ക് തോന്നുന്നു 3,500 അടുത്ത് ലോൺ കയറില്ല. 3,500 മേളിൽ ലോൺ കയറും. എന്തായാലും കിട്ടും. എന്നാലും നിങ്ങൾക്ക് ഒരു 50 രൂപ കയ്യിലിരിക്കും. അതെ, അത് മാത്രമല്ല പോളോയാണ്, അല്ല സോറി വെന്റോ ആണ്. ഏറ്റവും ടോപ്പ് ആണ്, ന്യൂ ഷേപ്പ് ആണ് കേട്ടോ. അതുപോലെ തന്നെ വേറെ കൂടി ഉണ്ടല്ലോ. അടുത്തൊരു 14 കംഫർട്ട് ലൈൻ വണ്ടി. കംഫർട്ട് ലൈൻ. ഇത് മോഡൽ 14 അല്ലേ? 2014. ഇതും 3,65,000 ചോദിച്ച വണ്ടിയാണ്. 90,000 കിലോമീറ്റർ. 65,000 രൂപ ഓഫർ. 3 ലക്ഷം രൂപ കൊടുത്തേ. 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ കൊടുത്തേ. അടിപൊളി കേട്ടോ. അത് ക്വാളിറ്റി വൈസ് കിടുവല്ലേ? എല്ലാം പക്കയാണ്. ഈ വണ്ടി നമ്മൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടി. ഈ വണ്ടി 2017 ആണ് വണ്ടി. നമ്മൾ പുതിയ ഷേപ്പിലോട്ട് കൺവെർട്ട് ആക്കിയിട്ടുണ്ട്. 6,75,000 ചോദിച്ചോണ്ടിരുന്നതാണ്.
75,000 ഓഫർ നമ്മൾ 6 ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം. ഏറെക്കുറെ ഫുൾ ലോണും കൊടുത്തേക്കാം. 17 സീറ്റ എസ് ക്രോസ് ഡീസൽ വണ്ടി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ടെറാനോ വണ്ടി 2015 വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. നമ്മൾ നേരത്തെ 4.5 ലക്ഷം രൂപ ചോദിച്ചുകൊണ്ടിരുന്ന വണ്ടി നമുക്ക് ഇത് വെറും 4 ലക്ഷം രൂപ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഫുൾ ലോണും തന്നേക്കാം. 2015 വണ്ടി. 15 XL ഓപ്ഷൻ തന്നെ വണ്ടി, ഡീസൽ അലോയ്സ് ഒക്കെ കമ്പനി വരുന്നത് തന്നെയാണ്. ഇതിനകത്ത് എടുത്തിട്ട് ഒന്നും ചെയ്യാനില്ല. വണ്ടി നമുക്ക് വാറന്റിയോടെ വേണമെങ്കിൽ തന്നേക്കാം. ഡീസലാണ് 85 ആണ്. അത്ര നല്ല വണ്ടിയാണ്. അടുത്ത ടാറ്റയുടെ നെക്സോൺ ആണ് വണ്ടി. 2019 മോഡല്, വെറും 20,000 കിലോമീറ്ററിനകത്തോടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. വണ്ടി നമ്മൾ നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്ന പ്രൈസ് തന്നെ 6 ലക്ഷം രൂപയാണ്. അതിൽ നിന്ന് 50,000 ഓഫർ കഴിച്ച് 5.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓഫർ പ്രൈസിന് എടുക്കാം. 1 രൂപ നിങ്ങൾ ഡൗൺ പേയ്മെന്റ് തരണം. 19 സ്വിഫ്റ്റിന്റെ വിലയിലും പറ മിസ്റ്റർ, അതല്ലേ ഒരു മര്യാദ. അജു, ഈ വണ്ടി എടുത്തിട്ട് നിങ്ങൾ ഷോറൂമിൽ കൊണ്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. എവിടെയെങ്കിലും ഇടിച്ചിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഈ വണ്ടി വില 5.5 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് ഈ വണ്ടി വെറുതെ തന്നേക്കാം. വെറുതെ കൊടുത്തേക്കാം. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഉണ്ടെന്ന് തെളിയിച്ചാൽ ഈ വണ്ടി നമ്മൾ വെറുതെ കൊടുത്തേക്കാം. 1 രൂപ തരണ്ട. കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റണം അല്ലേ. അടുത്ത ബ്രസ്സ വീഡിയോ ഓപ്ഷൻ വണ്ടി 2018 വണ്ടി. 50,000 ഓഫർ ഉണ്ട് ഈ വണ്ടിക്ക്. അതായത് നമ്മൾ നേരത്തെ 6.85 6,35,000 രൂപയ്ക്ക് എവിടെയെങ്കിലും കിട്ടും നോക്കിയാൽ 2018 വീഡിയോ ഓപ്ഷൻ വണ്ടി. 18 വണ്ടി 6.35 എവിടെയും കിട്ടൂല. ഇനി ലോൺ വേണമെങ്കിൽ ഞാൻ 6 രൂപ തന്നേക്കാം. റീപ്ലേസോ ആക്സിഡന്റ് ഉണ്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി കിലോമീറ്റർ ജെന്യൂൻ ആണോ? പക്ക ജെന്യൂൻ കിലോമീറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി ഫ്രീ. അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി ഞാൻ ഈ കേരളത്തിലെ മുഴുവൻ ആൾക്കാരോടും പറയാ, ഇതൊരു യൂട്യൂബ് ചാനൽ ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു വീഡിയോ ആണ്. ഈ വണ്ടിക്ക് അത് എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെങ്കിൽ ഞാൻ വണ്ടി ഫ്രീ ആയിട്ട് തന്നിരിക്കും. ഈ ക്ലിപ്പ് എടുത്ത് കോടതി കൊണ്ടു കൊടുത്താൽ നിങ്ങൾക്ക് വണ്ടി കിട്ടും. അത്രേ ഉള്ളൂ. ഉണ്ടെങ്കിൽ അത്രേ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ 2020 മോഡൽ കിയ സെൽറ്റോസ്. 20 കിയ സെൽറ്റോസ് അല്ലേ, സിംഗിൾ ഓണർ വണ്ടി. അടിപൊളി. അതുപോലെ തന്നെ ഡീസൽ 1 ലക്ഷം കിലോമീറ്റർ കറക്റ്റ് കമ്പനി അപ് ടു ഡേറ്റ് സർവീസ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചു. 9,75,000 നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്. 1 ലക്ഷം രൂപ ഓഫർ. 1 ലക്ഷം ഉണ്ട്. 8,75,000 രൂപ കൊടുത്തേക്കാം. ഫുൾ ലോണോ അതിൽ മേളിലുള്ള ലോണോ മേടിച്ചു കൊടുക്കുക. എക്സ്ചേഞ്ച് ആക്കാം. അതെ, നമ്മൾ രണ്ടും പോയ വണ്ടി അജിന് അറിയാം. ഞാൻ ആ രാത്രി തിരിച്ചു ഓടിച്ചു വന്നതുകൊണ്ട് ഞാൻ ചോദിച്ചത്. മാറ്റിയാലോ നമുക്ക്? പിന്നെ അപ്പൊ ഈ വണ്ടി അജു 2020 മോഡൽ ഡീസൽ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 4 പുത്തൻ ടയർ ഇട്ടുണ്ട്. യോക്കോഹോമയുടെ. അടിപൊളി. 1000 കിലോമീറ്റർ തികച്ചു പോലും ഓടിയിട്ടില്ല. 4 കരിമ്പുത്തൻ ടയറാണ്. 1 ലക്ഷം രൂപ ഓഫറിൽ 8,75,000 രൂപയ്ക്ക് വേറെ എവിടെയെങ്കിലും കിട്ടും. ചലഞ്ചിങ് പ്രൈസ് ആണ്. അതായത് HTK. ഒന്ന് ആലോചിച്ച് നോക്കണം. 2020 വണ്ടിയാണ്. വെറും 20 മോഡൽ പുത്തൻ വണ്ടി. ആ വണ്ടിയാണ് നിങ്ങൾക്ക് 8,75,000 രൂപയ്ക്ക് വരുന്നത്. ഈ വീഡിയോ ഈ വണ്ടി അകമൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് കേട്ടോ. നിങ്ങൾ അത്രയും റഫ് യൂസ് ചെയ്ത ഒരു വണ്ടി ഒന്നല്ല, നല്ല ക്ലീൻ വണ്ടിയാണ്. എടുക്കുന്നവർക്ക് വർത്താണ്. നമ്മൾ 6 മാസത്തെ വാറന്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യും. 1 വർഷത്തെ കൊടുത്താലും ധൈര്യമായിട്ട് കൊടുക്കും. ഉറപ്പായിട്ട് കൊടുക്കും. ഒന്നും വരാനൊന്നുമില്ല. അതെ. അപ്പൊ എന്തായാലും ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്തിട്ട് ഇതൊക്കെ ഈ ഒരു ഓഫറൊക്കെ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് കിട്ടുള്ളൂ. ഇതൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലെ. അതായത് ഇയർ എൻഡിങ്, ക്രിസ്മസ്, ന്യൂ ഇയർ ബമ്പർ സെയിൽ. ഓക്കെ, എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. നല്ല കിഡിലം പോലത്തെ ഇത്രയും വണ്ടികളുടെ വേറെയും കുറച്ചെണ്ണം പുറകെ കിടക്കുന്നുണ്ട്. വേഗം പോയി ഞാൻ ഒന്ന് കാണിച്ചു തരാം. സൂപ്പർ. അപ്പൊ നമ്മളേതായാലും കുറെ അധികം വണ്ടികൾ അപ്പുറത്ത് കാണിച്ചു കൊടുത്തു. നമുക്ക് ഇവിടുന്ന് കുറച്ച് ലോ ബഡ്ജറ്റ് ഒരു 1 സെക്ഷൻ ഉണ്ട് അല്ലേ. ഇതാണ് മരണ വില കുറവെന്ന് പറയുന്നത്. നോക്കിയാൽ ഈ വില കൊണ്ട് ഞാൻ ഞെട്ടിക്കും. 2015 സ്വിഫ്റ്റ് ഡിസയർ VXI വണ്ടി. 15 ഡിസയർ VXI വെറും 30,000 കിലോമീറ്റർ മാത്രം ഓടി വണ്ടി. 4.5 ലക്ഷം രൂപയ്ക്ക് വിൽക്കായിട്ടുള്ള സാധനം. 50,000 ഓഫർ 4 ലക്ഷം രൂപ വന്നാൽ മതി. 15 വണ്ടിയോ? 30,000 കിലോമീറ്റർ വണ്ടി. 5 കിലോമീറ്റർ ജെന്യൂനാ. KL 29J 1946 അജുവിന്റെ ജന്മവർഷം. നോക്കിക്കോ, KL 29J 1946. ഇത് 4 ലക്ഷം രൂപ കൊടുക്കും. 4 ലക്ഷം രൂപ കൊടുക്കും. 15 വെറും 30 കോടി വണ്ടി. സിംഗിൾ ഓണർ. അതുപോലെ തന്നെ അടിപൊളി ഒരു സാധനം ഉണ്ടല്ലോ, കേട്ടൻ. ഇതാണെങ്കിലോ ഇതിന് വലിയ രീതി ഓഫർ ഒന്നുമില്ല. 2012 ആൾട്ടോ കേട്ടൺ ആണിത്. 1.90 ഇട്ടുന്നത്. 20,000 ഓഫർ 1,70,000 രൂപ കൊടുത്തു. 70,000 കിലോമീറ്റർ വണ്ടി. ഒരു കുഴപ്പമില്ല. അതെല്ലാം നമ്പർ ഉണ്ട്, നോക്കിക്കോളൂ. ഇതൊക്കെ എല്ലാത്തിനും നമ്പർ കാണിച്ചിട്ടുണ്ട് ഞാൻ. ചിലതൊക്കെ അവിടെ മുമ്പിൽ വെച്ചത് ബോർഡ് വെച്ചു എന്നുള്ളൂ. അത് നിങ്ങൾക്ക് ചോദിച്ചാൽ നമ്പർ കഴിച്ചു തരും. കിഡോ 2019 മോഡൽ കിഡ് RXT ഓപ്ഷൻ വണ്ടിയാണ്. ഇത് 3 ലക്ഷം രൂപ ഇട്ടുന്നത്. ഇതിന് 15,000 രൂപ ഓഫർ 2,80,000 രൂപ കൊടുത്തേക്കാം. ഫുൾ ലോൺ കൊടുത്തേക്കാം. 85 ഫുൾ ലോൺ. അതായത് മോഡൽ എന്ന് പറഞ്ഞാൽ 2019 വണ്ടി. 19. അത് പിന്നെ 15,000 രൂപ ഓഫർ ഉണ്ട്. 15,000 രൂപ ഓഫർ ഉണ്ട്. 2,85 കൊടുക്കാം. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സാധാ ആൾട്ടോ അല്ലേ. 2011 മോഡൽ ആൾട്ടോ 1,30,000 രൂപ. 1.30 കൊടുക്കാം ലാസ്റ്റ്.
5000 രൂപ ഓഫർ. 2011 വണ്ടിയാന്ന് ആലോചിക്കണേ. ഇത് കൂടുതലൊക്കെ എന്ത് ഓഫർ കൊടുക്കാനാണ്? ഇതിനകത്ത് ഒന്നുമില്ല. അതുപോലെ തന്നെ 2015 മോഡൽ ഓട്ടോമാറ്റിക് സെലറിയോ, 15 ഓട്ടോമാറ്റിക് ആണ്. 15 ഓട്ടോമാറ്റിക് സെലറിയോ, സിംഗിൾ ഓണർ, 50,000 കിലോമീറ്റർ VXA വണ്ടി, 3,85,000 കിട്ടുന്നതാ. 25,000 ഓഫർ ഉണ്ട്, 3,60,000 കൊടുത്തേ. ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? ഓട്ടോമാറ്റിക് നല്ല ക്ലീൻ വണ്ടി. ഇത് ഒരു അപാകത ഇല്ലല്ലോ? ഒരു അപാകത. ഇതൊക്കെ നമുക്ക് ഏറ്റവും ഫുൾ ലോണും കൊടുത്തേക്കും. ഫുൾ ഓൺ മേലെ കിട്ടും. ഫുൾ ഓൺ മേലെ കിട്ടും. ഞാൻ പറയാം, 3 ആവശ്യമുള്ള ലോൺ എടുത്താൽ മതിയല്ലോ. ഒറ്റ രൂപ ഇടേണ്ട, ഫുൾ ലോണും തന്നേക്കാം. ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോട്ടെ, കിഡിലൻ സാധനമാണ്. 2021 ഇഗ്നിസ് ആണ്. ഇത് ഡെൽറ്റ വണ്ടിയാണ്. 49,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. നമ്മൾ 5.5 ലക്ഷം രൂപ ചോദിച്ചുകൊണ്ടിരുന്ന വണ്ടി 25,000 ഓഫർ, 5.25 ലക്ഷം രൂപ എടുക്കാം. ഏറെക്കുറെ ഇതും ഫുൾ ഓൺ കിട്ടും. ഈ അവസരങ്ങളൊക്കെ പാഴാക്കാതെ പെട്ടെന്ന് ഒന്ന് വണ്ടി എടുത്ത് അടിച്ചു പൊളിക്കാം. ഇപ്പൊ എന്തായാലും ഞാൻ ഇത്രയും വണ്ടികൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്ന സ്ഥിതിക്ക് കറക്റ്റ് എല്ലാത്തിന്റെ ഇന്റീരിയർ ഉള്ള ഫോട്ടോ അയച്ചു കൊടുക്കണേ. തീർച്ചയായിട്ടും വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാറ്റലോഗ് ഇട്ടിട്ടും ആ കാറ്റലോഗിൽ എല്ലാ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട്. കാറ്റലോഗിലെ പ്രൈസ് നോക്കണ്ട, നമ്മൾ ഈ വീഡിയോ പറഞ്ഞ പ്രൈസ് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അതിലെ കാറ്റലോഗിലൊക്കെ കൂടുതലായിരിക്കും. ഒന്നും നോക്കണ്ട, അതിന്റെ വീഡിയോയിൽ പറഞ്ഞ വില കാറ്റലോഗിൽ കൂടുതലാണെന്ന് പറഞ്ഞാൽ അലമ്പുണ്ടാക്കരുത്. അതെ, ഈ വീഡിയോയിൽ കണ്ട വില എത്രയാണോ അത് ആ വിലക്ക് തന്നിരിക്കും. അതുപോലെ തന്നെ 2017 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഇഗ്നിസ്. ഡീസൽ ഓട്ടോമാറ്റിക് ഇഗ്നിസ് നമ്പറും ഉണ്ട്, KL19J388. അതാണ് റയർ സാധനം. ഇത് നമ്മൾ 6 ലക്ഷം രൂപ കിട്ടുന്ന വണ്ടി ആദ്യം കൊടുക്കാനായിട്ട് 1 ലക്ഷം രൂപ ഓഫർ, 5 ലക്ഷം രൂപ തന്നാൽ മതി. 5 രൂപ ലോൺ ചെയ്ത് 2017 ഡീസൽ ഓട്ടോമാറ്റിക്. 17 ഡീസൽ ഓട്ടോമാറ്റിക് 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ, 1 ലക്ഷം രൂപയാണ് ഇതിന് ഓഫർ. മേജർ ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഒരു വകയില്ല. കിലോമീറ്റർ 70,000. എന്റെ മോനെ ശരിക്കും കൊടുക്കൂലേ? ഞാൻ ഈ പറയുന്ന പ്രൈസിൽ നിങ്ങൾക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്യമായിട്ട് ഈ യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അത് മാത്രമല്ല, അടി ഇവിടെ വന്ന് കിട്ടും. അതുപോലെ തന്നെ 2017 ഇഗ്നിസ് ഡെൽറ്റ വണ്ടി. 17 ഡെൽറ്റ ആണ്. 17 ഡെൽറ്റ നല്ല നീറ്റ് വണ്ടി അല്ലേ? നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. 4.75 ചോദിച്ച വണ്ടി 50,000 ഓഫർ, 4.25 ലക്ഷം രൂപ കൊടുത്തേക്കെ വണ്ടി. 17 ഡെൽറ്റയോ? 17 ഡെൽറ്റ വെറും 4.25 ലക്ഷം. അതായത് ഒരു വാഗണാറിന്റെ പ്രൈസ് പോലും ആവുന്നില്ല. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയല്ലേ? ക്വാളിറ്റി ഉള്ള വണ്ടി. അതുപോലെ തന്നെ 2020 വണ്ടി 10,000 കിലോമീറ്റർ പാവങ്ങളുടെ ഇന്നോവ. ഇതൊക്കെ അത്യാവശ്യം 5.5 ലക്ഷം രൂപ ഞാൻ ഇട്ടിട്ടുണ്ട്. 50,000 ഓഫർ വെച്ചാൽ 5 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി കൊടുത്തേക്കാം. 20 വണ്ടി അല്ലേ? 20 വണ്ടി 10,000 ഓട്ടോമാറ്റിക് മാനുവൽ ആകുമ്പോ മോശം മൈലേജ് കിട്ടൂലേ? കിലോമീറ്റർ എത്ര വരും? 10,000. അത് വേണമെങ്കിൽ ഇതിന്റെ അകമൊന്ന് കാണിച്ചു കൊടുക്കും കസ്റ്റമറിന്. അത് 10,000 ജെന്യൂൻ കിലോമീറ്റർ, ഒരു അപാകതയില്ല. ഇത് ജസ്റ്റ് മൂപ്പര് കാണിക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് സാധനം? നല്ല നീറ്റും ഉണ്ട് അല്ലേ? നല്ല മണമില്ലേ അതിനകത്ത്? നല്ല മണമുണ്ട്. അടച്ചിട്ടെ പുതിയ ഒരു മണമില്ലേ? പിന്നെ റീപ്ലേസ് ഒന്നുമില്ല. അതായത് നിങ്ങൾ ആലോചിക്കണം, 20 മോഡൽ 7 സീറ്റർ വണ്ടി വെറും 5 ലക്ഷം രൂപ. 29 മാസം അല്ലേ? അത് കൊള്ളാട്ടോ. എന്തായാലും ഏകദേശം ഒരു 6 ലക്ഷം വരെ ലോണും ചെയ്യാം അല്ലേ? സുഖമായിട്ട് ചെയ്യാം. 5 ലക്ഷം രൂപ കൊടുത്തേക്ക വണ്ടി. ഇതാണ് കേരളത്തിൽ എവിടെയും കിട്ടാത്ത ഒരു വൈറൽ സാധനം അല്ലേ? അതെ. അത് നമുക്ക് ഒരു വെല്ലുവിളി ആയാലോ? വെല്ലുവിളിക്കാണ് ഞാൻ. 17 VD സിംഗിൾ ഓണർ വണ്ടി. 17 VD. ഞാൻ 6.85 നേരത്തെ ഇവിടെ ചോദിച്ചിരുന്ന സാധനം. കേരള വണ്ടിയല്ലേ? ഒറിജിനൽ കേരള വണ്ടി. ഒറ്റ റീപ്ലേസ് ഇല്ല. അതും ഒരു മിനിറ്റ് കൂടി. കിലോമീറ്റർ കറക്റ്റ് 96,000 കിലോമീറ്റർ ഹിസ്റ്ററി ഉണ്ട്. അതായത് ഇത് ഓടിച്ചിട്ട് ഒരു 50 കിലോമീറ്റർ ഓടിച്ച് വന്നതിന് ശേഷം പൈസ തന്നാൽ മതി. അതെ. വേറൊരു കേസ് പറഞ്ഞുതരാം. അതായത് ഈ സാധനം ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ഒരു വണ്ടിയാണ് ഇപ്പൊ അല്ലെ? ഡീസലില് മൈലേജ് ഉള്ള ക്വാളിറ്റി ഉള്ള കാര്യമായ കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത നല്ല വണ്ടി, ഒരു കംപ്ലൈന്റ് ഇല്ല. ഇത് ചത്താലും ഈ കടന്ന് ഓടുന്ന ഒരു വണ്ടിയായിരുന്നു. അതെ, അത് മാത്രമല്ല കേട്ടോ, നല്ല നീറ്റ് ആണ്. ഇത് ഡ്യുവൽ ടോൺ വരുന്ന തന്നെയല്ല? അല്ല, ഡ്യുവൽ ടോൺ നമ്മൾ ഇത് ചെയ്തതാണ്. ഈ വണ്ടി മറ്റു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ 6.85 ഇട്ട വണ്ടി 1 ലക്ഷം രൂപ ഓഫർ, 5,85,000 തന്നേക്കാം. സുഹേൽ ബ്രോ, നിങ്ങൾ ശരിക്കും വരുന്ന വേറെ ചെലവ് ഇൻഷുറൻസ് ഇല്ല. ഇൻഷുറൻസ് ലെവൽ എടുക്കണം. അതിന്റെ പൈസ കസ്റ്റമർ ബെയർ ചെയ്യണം. പേര് മാറാനുള്ള തേർഡ് പാർട്ടി എടുത്ത കൂടി പോയി 10 രൂപ ഉള്ളൂ. തേർഡ് പാർട്ടിക്ക് 10 രൂപ ആവില്ല. 10 രൂപ ആവും. 400 ആവുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ അത് വലിയൊരു പൈസ ആയിട്ട് കാണും വേണ്ട. ഒരിക്കലും ഇല്ല. 5,85,000 ഞാൻ ഈ വണ്ടി കൊടുത്തേക്കാം. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്, അടി മേടിച്ചു തരരുത് കേട്ടോ. ഒരിക്കലും ഇല്ല. ഞാൻ ഈ പറഞ്ഞ പ്രൈസിൽ നിന്നും 1 രൂപ പോലും കുറയാതെ, അതായത് മീൻസ് 1 രൂപ കുറയത്തുമില്ല, ഈ പറഞ്ഞ പ്രൈസിൽ നിന്ന് 1 രൂപ കൂടത്തുമില്ല. അടിപൊളി. 5,85,000 രൂപയ്ക്ക് 17 ഡീസല്, അതും ഈ ഷേപ്പ്, ഒറിജിനൽ വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിലക്കെങ്കിൽ നമുക്ക് എടുക്കാം അല്ലേ? കമന്റ് ബോക്സിൽ വന്ന് മെഴുകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇതിലും കുറച്ച് നിങ്ങൾ എവിടെയെങ്കിലും വണ്ടി കാണും, അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്നില്ല. കമന്റ് ഇടുന്ന കൂട്ടത്തിൽ ആ വണ്ടിയുടെ ഡീറ്റെയിലും കൂടി ഇടുക. സ്പോട്ടിൽ കച്ചവടം അല്ലേ? നല്ലതാണെങ്കിൽ ഇതേ ക്വാളിറ്റി ഉണ്ടെങ്കിൽ. അതെ, തീർച്ചയായിട്ടും അടിപൊളി. ഇത് നിങ്ങൾ മിസ് ചെയ്താൽ വൻ നഷ്ടാവുക. ഈ വാഗണർ ആണെങ്കിലോ 2021 വണ്ടിയാണ്. 21 വണ്ടി. മാനുവൽ വണ്ടി.
ഈ വണ്ടി പ്രത്യേകിച്ച് കസ്റ്റമർ വണ്ടി ആയതുകൊണ്ട് ഓഫർ ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇടാത്തത്. 5,25,000 രൂപ വണ്ടി കസ്റ്റമറിന് കൊടുക്കും. അത് 21 മോഡല് മാനുവൽ ആണ്, അത് നമ്മൾ വലിയ കാര്യമായിട്ട് പറയണ്ട. ഇനി ഇതാണെങ്കിൽ ഓഫറിൽ മാത്രം പറഞ്ഞ. ഇനി അടുത്ത് വരാണെങ്കിൽ ഫോർഡ് ഫിഗോ അസ്പയർ 2017 വണ്ടി. ഇത് 17 ആണ്. ഇത് 2017 അല്ല, ഇത് 2017 അല്ല, ഇത് 15 സോറി 15. 3,85,000 രൂപ വണ്ടി വിൽക്കായിട്ടിരുന്നത്. 15 ഡീസൽ അല്ലേ? 15 ഡീസൽ വണ്ടി, 25 കിലോമീറ്റർ മൈലേജ്, സെക്കൻഡ് ഓണർ, നല്ല മൈലേജ്, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 3,85,000 നമ്മൾ ചോദിച്ചോണ്ടിരുന്നത്. 75,000 ഓഫർ, 3,10,000 രൂപ കൊടുത്തേക്കാം, ഫുൾ ലോണും കൊടുത്തേക്കാം. എന്റെ പൊന്നു മോനെ, 15 വണ്ടി അല്ലേ? 15 ഡീസൽ വണ്ടി, 3,10 ഫൈനൽ പ്രൈസ്. ഓക്കെ, ഒന്നും ചെയ്യാനില്ല. എടുത്ത് പറയുന്ന ഒരു കാര്യം, ഫൈനൽ പ്രൈസ് ആണ്, നെഗോസിയേഷൻ ചോദിക്കരുത് അല്ലേ? അടുത്തത് 2017 വണ്ടി, 17 3,500 രൂപ ചോദിച്ചോണ്ടിരുന്നതാ. നിങ്ങൾ എനിക്ക് 3 രൂപ തന്നാൽ മതി. 17 വണ്ടിക്ക് വില കുറവാ, 3 രൂപ തന്നാൽ മതി. ഇത് ഓടിയതോ? ഇത് 90,000. ഇതിന്റെ കിലോമീറ്റർ നമ്മൾ വെള്ളം പറഞ്ഞില്ലല്ലോ. 1 ലാഖിനകത്ത് ഓടിയിട്ടുണ്ട്. കറക്റ്റ് കിലോമീറ്റർ എനിക്കും അറിയില്ല. 1 ലാഖിനകത്ത് ഓടിയിട്ടുണ്ട്. അതെ, 1 ലാഖിനകത്ത് ഓടി. വേറെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല, ഒരു വകയില്ല. അപ്പൊ എന്തായാലും 15 വണ്ടി നിങ്ങൾക്ക് 3,10,000. 17 വണ്ടി നിങ്ങൾ. ഇതെന്ന് പറയുന്നത് ഇത് ആംബിയന്റ് ആണ്. AC പവറിന് ഫ്രണ്ട് 2 പവറിന്റെ 2 എയർ ബാഗ് വരുന്നുണ്ട്. ഇത് ഫോർഡോ പവറിന്റെ ട്രെൻഡ് ലൈൻ ആണ്. അത് വേരിയന്റ് വ്യത്യാസം. ഓക്കേ, അപ്പോൾ എന്തായാലും ഫൈനൽ പ്രൈസ് ആണ് 3,10,000 3. അത് കിഡിലം പ്രൈസ് ആണ്, ഒന്നും പറയാനില്ല. 2017 ന്യൂ ഷേപ്പ് ഡിസൈർ 17 ആണല്ലേ? ഞാൻ വെല്ലുവിളിക്കുകയാണ് വീണ്ടും. 5 ലക്ഷം രൂപ വിൽക്കായിട്ടിരുന്ന വണ്ടി, സിംഗിൾ ഓണർ വണ്ടി, കറക്റ്റ് കമ്പനി സർവീസ് ബുക്ക് സ്പെയർ എല്ലാം നമ്മളെ കയ്യിലുണ്ട്. ഒറ്റ റീപ്ലേസ് ഇല്ല. 4.5 ലക്ഷം രൂപ കൊടുക്കുക. 50,000 ഓഫർ വെച്ച് 4 ലക്ഷം രൂപ. 17 വണ്ടി 4 രൂപ. അല്ല മനുഷ്യ, ഇവിടെ 15 വണ്ടി കിട്ടൂലല്ലോ, നിങ്ങൾ എന്തെന്ന് പറയുന്നത്? 17 വണ്ടി. ഈ വണ്ടി വന്ന് നിങ്ങൾ 1 രൂപ അധികം തണ്ട 4 ലക്ഷം രൂപ വണ്ടി എടുത്തിട്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ 100%. അത് കണ്ടിട്ട് വണ്ടി എങ്ങനെയുണ്ട്? കണ്ടിട്ട് ഓക്കെ. ഞാൻ ചോദിക്കുന്നത് ഇവിടെ നമ്മൾ ഇത് ഒറിജിനൽ സ്റ്റിക്കർ ആണ്. ഞാൻ ഈ ബോണറ്റ് തുറന്ന് കാണിക്കണോ? വണ്ടി ഫ്രണ്ട് ഇടിച്ചിട്ടോ സൈഡ് ഡോറോ ഗ്ലാസോ ഒന്നും മാറിയിട്ടില്ല. 100% ഉറപ്പാണ്. അടിപൊളി. അതായത് 4.5 ലക്ഷം രൂപയ്ക്ക് 17 ന്യൂ ഷേപ്പ് വണ്ടി എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കാം. അതും VXI ആണ് ആലോചിക്കണം. LX ആണെങ്കിലും പോട്ടെ നോക്കാം. അതുപോലെ 2012 ഇത് VDI ആണ്, SX4 ഡീസൽ വണ്ടിയാണ്. നമ്മൾ ഇത് ഇട്ടേക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 2,25,000 രൂപ. അതിനകത്ത് 25,000 രൂപ ഡിസ്കൗണ്ട്. അത് കഴിച്ചിട്ട് 2 ലക്ഷം രൂപയ്ക്ക് വണ്ടി ഇട്ടേക്കാം. ഈ വണ്ടി കസ്റ്റമറുടെ പാർക്കാൻ സെയിൽ വണ്ടി തന്നെയാണ്. ഇത് എങ്കിലും 2 ലക്ഷത്തിന് കൊടുക്കാം. 2 ലക്ഷം രൂപ കൊടുക്കാം. അതായത് 2.5 ലക്ഷം രൂപ വണ്ടിക്ക് 25,000 രൂപ ഓഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെരിയ ആളുങ്ക 2 രൂപയ്ക്ക് കൊടുത്തേക്കാം. ഇനി ആജു ഈ വണ്ടി ചോദിക്കാം. തരത്തില്ല ഞാൻ. ഈ വണ്ടി ചോദിക്കും. അതും തരത്തില്ല ഞാൻ. ഇനി അടുത്ത നമുക്ക് ഈ വണ്ടിയിലോട്ട് പോവാം. ഇത് ഓഫർ ഉണ്ടല്ലോ. ഈ വണ്ടി ആകുമ്പോഴത്തേക്കും 2015 ആസ്ത ഓപ്ഷൻ. ആസ്ത ആണ്, ഓപ്ഷൻ ഇല്ല. ആസ്ത വണ്ടി 90,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ്. ഡീസൽ i20. ഡീസൽ അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ 14 ഡീസൽ ആയതുകൊണ്ട് തന്നെ 90 ജെന്യൂൻ ആണോ ബ്രോ? ഇത് ജെന്യൂൻ അല്ലെങ്കിൽ ഈ വണ്ടി തെളിയിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് തന്നേക്കും. ജെന്യൂൻ എല്ലാം തെളിയിച്ചാൽ മതി. അപ്പൊ ആരെങ്കിലും വെറുതെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ചുമ്മാ 2 ദിവസത്തേക്ക് പോരെ, കമന്റ് ചെയ്യുന്നവരും ഇനി പോരെ, ഈ വണ്ടി ഫ്രീ ആയിട്ട്. എന്നിട്ട് നിങ്ങൾ തെളിയിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോവാ. അതായത് 4,90 ഇട്ടുന്ന വണ്ടി 40,000 ഓഫർ 4 രൂപ കൊടുത്തേക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ആരെയും അങ്ങനെ തെളിയിക്കാനും എന്നെ വിളിക്കണം, അതിന്റെ വീഡിയോ ഞാൻ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിക്ക് വേറെ പ്രത്യേകത, ഫുൾ ഓൺ ചെയ്ത് കൊടുത്തേക്കാം. അത് ഉറപ്പല്ലേ? അതായത് 14 i20 ഡീസൽ 4.5 ലക്ഷം രൂപയ്ക്ക്. ഇത് 2016 ഡീസൽ കംഫർട്ട് ലൈൻ പോളോ ആണ്. ഇത് 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ വണ്ടി ഞാൻ 4 രൂപ കൊടുത്തേക്കാം. 4 രൂപ ലോണും തന്നേക്കാം. 17 വണ്ടിയോ? 17 കംഫർട്ട് ലൈൻ പോളോ. 17 കംഫർട്ട് ലൈൻ അല്ലേ? അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല അലവിലും കൂട്ട മജിയായി. അതെ. കമ്പനി വരുന്ന ടൈപ്പ് തന്നെയാണ്. വേറെ റീപ്ലേസ് ഒന്നുമില്ല, ഒരു വകയില്ല റീപ്ലേസ്. അത് എത്ര? 4 രൂപ പറഞ്ഞേ? 4 രൂപ. അതുപോലെ 2021 വണ്ടി നമ്മുടെ 435 നേരത്തെ വീഡിയോ ചോദിച്ചോണ്ട് 45,000 രൂപ ഓഫർ, 390 ഫുൾ ലോണും തന്നെ. 15 വണ്ടി, 21 വണ്ടി. കുറെ നേരം തലയൊക്കെ ചൂടായിട്ട് അങ്ങോട്ട് 21 വണ്ടി. 21 വണ്ടി അല്ലേ? ലോ കിലോമീറ്റർ 40,000 കിലോമീറ്റർ. KL39 നമ്മളെ തൃപ്പൂണിത്തുറ രജിസ്ട്രേഷൻ. അതും 21 വർഷത്തിൽ 9 മാസം. അതല്ലേ? 390 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കും. ഫുൾ ഓൺ ചെയ്യാം, 1 രൂപ തരണ്ട. അടിപൊളി. അല്ല, ചെറിയൊരു ഫാമിലിക്ക് ഇയോൺ ആണെങ്കിൽ അജു നമ്മൾ 2.10 ചോദിച്ചോണ്ടിരുന്നത് 2014 ഇയോൺ ആണിത്. മാഗ്നയാണ് വണ്ടി. ഇത് 35,000 ഓഫർ. 35,000 രൂപ. ഈ ചെറിയ വണ്ടിക്ക് 35 രൂപയ്ക്ക് മേലെ എനിക്ക് ഓഫർ തരാൻ പറ്റില്ല കേട്ടോ. നിങ്ങളുടെ മനസ്സ് 1.25 ലക്ഷം രൂപ തന്നേക്കാം. വെറും 1.25 ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോൺ തന്നെ. ഫുൾ ലോൺ ചെയ്യാം അല്ലേ? 1 രൂപ തരണ്ട. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ 1 രൂപ തരണ്ട. ഫുൾ ലോണിൽ 1.25 ലക്ഷം രൂപ. ഇതാണ് ഐറ്റം ആണെങ്കിൽ. അതുപോലെ 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കായിട്ടുന്ന വണ്ടി 40,000 ഓഫർ 1,60,000 തന്നാൽ മതി. സിംഗിൾ ഓണർ, 90,000 കിലോമീറ്റർ. ഓട്ടോമാറ്റിക്കാ? മാനുവൽ 4 ഡോർ പവർ ഉണ്ട്. മാഗ്ന ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു, പോയോ? അത് പോയില്ലേ? ഓക്കെ.
അപ്പം 40,000 ഓഫറാണ് ഈ വണ്ടി. അതെ, അത് 2 ലക്ഷം രൂപ വണ്ടിക്ക് 40,000 രൂപ ഓഫർ. 160 എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തതിനെ കണ്ടി താഴ്ത്തി തരുവാ. അതെ അല്ലേ. ഇപ്പൊ നമ്മൾ പറയും ഇനി ഇത് കൂട്ടിയിട്ടിട്ട് വില കുറച്ച് വെക്കല്ലേ, ഒരിക്കലും അതിന്റെ പർച്ചേസിംഗ് ഇൻവോയ്സും എല്ലാം കാണിച്ചു കൊടുക്കും. എല്ലാ സാധനം ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഇത് 2011 സാൻഡ്രോ ആണ്. ഏതെങ്കിലും ചെറിയൊരു ഫാമിലി ഉണ്ടെങ്കിൽ 1 ലക്ഷം തന്നിട്ട് എടുത്തോണ്ട് പോയിക്കോ. 11 സാൻഡ്രോ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 പവറിന്റെ ഉള്ള സാധനം. ഒറ്റ രൂപ തന്നാൽ മതി കേട്ടോ. 1 ലക്ഷം രൂപ മാക്സിമം ലോൺ കിട്ടാണ് ചെയ്ത് കൊടുക്കൂലേ? ഈ ഒരു ശ്രീറാമിലേക്കാണെങ്കിൽ 1 രൂപ ലോൺ കിട്ടും അല്ലേ? ലാസ്റ്റ് വണ്ടി ഒരു ഇയോൺ 2016 ഇയോൺ. സെല്ലിംഗ് പ്രൈസ് നമ്മൾ 235 ഇട്ടുന്ന വണ്ടി 35,000 ഓഫർ, 2 ലക്ഷം രൂപ ഫുൾ ലോൺ. 16 സിംഗിൾ ഓണർ, 40,000 കിലോമീറ്റർ. ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ വക ഒരു ഓഫർ 1,99,999 കൊടുത്തോ അല്ലേ? ഒരു രസം, 2 ലക്ഷത്തിന് താഴെ. അത് 16 1 രൂപ ഞാൻ അങ്ങോട്ട് തിരിച്ചു തരും. അടിപൊളി. നോക്കിക്കോട്ടോ, അത് 16 വണ്ടിയാണ്. ചുമ്മാ പറഞ്ഞാട്ടെ, ഇനി അവന്റെ ഒലക്കമല്ല ഓഫർ ഒന്നും പറയരുത്. 2 ലക്ഷം രൂപയ്ക്ക് താഴെ തരുന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അയ്യോ, പറയാനുണ്ടോ? നമ്മുടെ ട്രസ്റ്റ് വാല്യൂല് ഏകദേശം ഒരു 1.25 വർഷത്തിനിടയ്ക്ക് ഞാൻ ചെയ്തതിലും വെച്ച് ഏറ്റവും കൂടുതൽ വണ്ടി ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ അല്ലേ? ഏറ്റവും നല്ല ഓഫറിലും കൂടെ പറയണം, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, സത്യമായിട്ടും. അതായത് ഏറ്റവും വില കുറച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു വിലയ്ക്കൊന്നും നമ്മൾ ഇതുവരെ വീഡിയോ കാണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ശരിക്കും ഈ വീഡിയോ എടുത്ത് അജു ഞെട്ടി. ഇനി നിങ്ങൾ ഞെട്ടുന്നുണ്ടോ നമുക്ക് കാണണം. ഞാൻ ഞെട്ടിയിട്ട് സത്യമായിട്ടും. ചില വണ്ടികളുടെയൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കുറച്ചിട്ടുണ്ട്. അത് നല്ല ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അറ്റം ബെനിഫിറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് ഒരു 50 വണ്ടി കാണിച്ചു അല്ലേ? നിങ്ങൾ ഈ ഒരു വീഡിയോ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇത് മുഴുവൻ ചുമ്മാ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് വേണ്ടാത്തതിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. വേണ്ട ഒരു ആൾക്ക് ഇഷ്ടംപോലെ ആൾക്കാർ, അതായത് ഇവരെ കുറിച്ച് അറിയാത്തവരുണ്ട്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള വണ്ടികൾ ഇവിടെ ഉണ്ടെന്ന് അറിയാത്തവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് അല്ലേ? ഒരു ഉപകാരമായിട്ട്. അതായത് എനിക്ക് നിങ്ങൾ പറയില്ലേ, സബ്സ്ക്രൈബും ചെയ്യേണ്ട, ലൈക്കും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, ഒന്ന് ഷെയർ ചെയ്ത് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം അത്രേ ഉള്ളൂ. അതൊരു ഉപകാരമായിക്കോട്ടെ, എല്ലാവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ. അപ്പോൾ എന്തായാലും ഇനിയും കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല, മടുത്തു ഏകദേശം അല്ലേ? അടിപൊളി ഓഫറിൽ ന്യൂ ഇയറും ക്രിസ്മസും പിന്നെ ഇവിടുത്തെ ഓഫറും അത് നിങ്ങൾ വിട്ടുപോകണ്ട. ഈ ഒരു സ്നേഹബന്ധത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാ കാലത്തും ഇവരുടെ അടുത്ത് ഈ പറഞ്ഞ വണ്ടികളൊക്കെ ഉണ്ടാവും. ധൈര്യമായിട്ട് വന്നെടുത്തോളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് വേണ്ടതൊക്കെ പറഞ്ഞാലും ചെയ്തിട്ടേ അല്ലേ? കൂടെ കിടക്കട്ടെ. ഓക്കെ, എന്നാലും അടുത്ത കിഡിലും വീഡിയോ വേറെ വരുന്നുണ്ട്, മിസ് ചെയ്യണ്ട. ബൈ ബൈ.